ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ വിചാരിക്കും ഇതെന്താ ഇവർ ബിരിയാണി കഴിക്കുന്ന വീഡിയോ ഒക്കെ ഇടുന്നതെന്ന്. അതെന്താണെന്നറിയോ? ഈ ബിരിയാണിക്ക് ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ. ഈ ബിരിയാണിൻ്റെ പേരാണ് പട്ല ബിരിയാണി. അതെന്താ അങ്ങനെ ഒരു പേര് എന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ നിങ്ങൾ? അതെന്താണെന്നറിയോ? ഈ ബിരിയാണി പൊതിഞ്ഞ് തന്നിട്ടുള്ളത് ഒരു പ്രത്യേക തരം ഇലയിലാണ് കേട്ടോ. ആ ലീഫ് ഒരു 4-5 ലീഫ് ഇങ്ങനെ കൂട്ടി ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ വെച്ചിട്ടാണ് അതിലാണ് ഇവർ ഈ ബിരിയാണി പൊതിഞ്ഞ് തരുന്നത്. നമ്മുടെ നാട്ടിൽ ഞാൻ ഇങ്ങനെ ഒരു സിസ്റ്റം കണ്ടിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ വന്നിട്ടുണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നിങ്ങൾക്കൊന്ന് വീഡിയോ കാണിച്ചു തരാമെന്ന്. ഈ ലീഫിൽ പൊതിഞ്ഞത് കൊണ്ട് തന്നെ ഈ ബിരിയാണിക്ക് വേറൊരു സ്മെല്ലാണ് കേട്ടോ. നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റി ഉള്ള ബിരിയാണിയാണ്. നിങ്ങൾ വിചാരിക്കും ഇവരൊക്കെ എന്താ ഈ ഓരോ റൂമിലിരുന്ന് കഴിക്കണമെന്ന്. ഇത് എന്തെങ്കിലും സ്പെഷ്യൽ കൊണ്ടുവന്നാൽ പിന്നെ അവർ അവരുടെ ഇഷ്ടം പോലെ എവിടെയെങ്കിലുമൊക്കെ വെച്ചിരുന്ന് കഴിക്കും. അത് ചിലപ്പോൾ ഹാളിൽ താഴെ ഇരിക്കും, അല്ലെങ്കിൽ റൂമിലിരിക്കും, അങ്ങനെയാണ്. ഇവിടെ ബിരിയാണീൻ്റെ കൂടെ ഉള്ള ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ സവാള മുറിച്ചിട്ടുണ്ടാകും. അതൊരു എനിക്ക് തോന്നുന്നു ഒരു 4 പീസ് ഉണ്ടാവും. അതുപോലെ നാരങ്ങ ഉണ്ടാവും. പിന്നെ തൈരാണെന്ന് പറയാൻ പറ്റില്ല, മോരാന്നും പറയാൻ പറ്റില്ല. മോരിൽ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഒരു വികാരമില്ലാത്ത ഒരു വൈറ്റ് വെള്ളം അത്രേ ഉണ്ടാവുള്ളൂ. ഒരു വെള്ള കളർ വെള്ളം മാത്രം. അതാണ് കേട്ടോ ഇവർ ബിരിയാണീൻ്റെ കൂടെ തരുന്നത്. നമ്മുടെ നാട്ടിലെ പോലെ തൈര് അച്ചാറൊന്നും തരില്ല കേട്ടോ. നല്ല ക്വാളിറ്റി നല്ല ക്വാണ്ടിറ്റി നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണ്. ഈ ബിരിയാണി നിങ്ങൾ നാട്ടിൽ കഴിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഏതായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യണേ. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ ആ വെള്ളം, ഒരു വികാരമില്ല, നോക്കണ്ട. നമ്മൾ ആയിമ ഫുഡ് കഴിക്കുന്ന സ്ഥലം നോക്ക്, അവരവരെ റൂമിലിരുന്നിട്ടാണ് കഴിക്കുന്നത്, മറ്റവർ ഞങ്ങളെ റൂമിലിരുന്നിട്ടു.